വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നൊരു ഡേ ഓഫ് ദിവസമാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സാധാരണ അവധി ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പുറത്ത് പോവുകയും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നും അതുപോലെ തന്നെ ജസ്റ്റ് വീട്ടിൽ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോലെ നമ്മൾ ഇറങ്ങിയതാണ്. ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിന്ന് എൻ്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഒരു ചാപ്പിൽ. നമ്മളെപ്പോഴും ഇവിടുന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുവഴി പാസ് ചെയ്താൽ പോകുന്നത്. പ്രത്യേക ഒരു ഭംഗിയും ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പള്ളിയുടെ ഈ ഒരു ഏരിയ. ജസ്റ്റ് നിങ്ങൾക്ക് മേളിയൊക്കെ ഉണ്ടാവും. ഒരു കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് ഇത്. 350 വർഷത്തോളം അതിലപ്പുറം പഴക്കമുള്ളൊരു പള്ളിയാണ്. പക്ഷേ ഇത് മെയിൻ്റെനൻസ് ചെയ്യാത്തയാണോ എനിക്ക് അറിയില്ല. അതിൻ്റെ ആ ഗോപുരം കണ്ട ആ ഒരു എൻഡ് പോർഷൻ അത് ബ്രേക്കായി പോയതാണ്. പക്ഷെ അത് അവരുടെ ആ ഒരു പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് അവിടെ ആ സ്റ്റീൽ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗം നമ്മൾ ജസ്റ്റ് പോയിന്റ് നോക്കുമ്പോഴും സാധിക്കും അതിൻ്റെ അത്രയും വർഷം പഴക്കം ചേർന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓക്കെ എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ അകത്തൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. നമുക്ക് പള്ളിക്കകത്തോടൊന്ന് കയറിയാലോ. ഇപ്പോൾ ചിലവർ വിചാരിക്കും ഷൂ ഇട്ടുകൊണ്ടാണോ പള്ളിയിൽ കയറുന്നതെന്ന്. അതാരും തെറ്റിദ്ധരിക്കുകയല്ല. നമ്മുടെ UK നമ്മൾ ഷൂസ് ഉപയോഗിച്ച് നമുക്ക് പള്ളിക്കകത്ത് കയറാം. അതിവിടെ ഓക്കെയാണ്. ഇവിടെ ഭയങ്കര സൈലൻസ് ആയിരിക്കും എപ്പോഴും. അപ്പം ഇതിനകത്തോട്ട് കയറുമ്പോഴേ നമുക്ക് ഒരുപാട് ഉറക്കെ സംസാരിക്കാൻ തോന്നുന്നില്ല. എങ്കിലും ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പള്ളി 350 വർഷത്തോളം പഴക്കം ഉള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ ഓരോ വർക്കുകൾ നോക്കുമ്പോഴും നമുക്ക് പ്രത്യേക ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒരു ഫീലുണ്ട് ഇവിടെ. ഇവിടെ എപ്പോഴും നമുക്ക് വന്ന് പ്രാർത്ഥിക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും വേണം നമുക്കിവിടെ എൻ്റർ ചെയ്യാമെന്നുള്ളൊരു അലോ ചെയ്യും അവർ. ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്, ഇവിടുത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ. ഇവിടെ നമ്മുടെ മോസ്റ്റ്ലി എല്ലാ പള്ളികളിലും ഇങ്ങനത്തെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാണും. നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ബാക്ക് സീറ്റിൽ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാ പള്ളിയിലും ഓൾമോസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തിരിക്കും. നമുക്ക് പള്ളിയിൽ വരുമ്പം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് മുന്നോട്ടും പോകാൻ പറ്റും. ഇവർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇവിടെ മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണേന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് അകത്തോട്ടൊന്ന് പോകാം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊയർ നമ്മളുടെ അടുത്ത് തന്നെയായിരിക്കും കൊയർ ടീം നിൽക്കുന്നത്. ഇവിടെ ആണെങ്കിൽ കൊയർ ടീമിൽ ബോയ്സും ഗേൾസും എല്ലാവരും ഉണ്ട്. അവർ നിൽക്കുന്നത് ഈ ഒരു പോർഷൻസാണ്. ഈ 2 പോർഷൻസ് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടാണ് അവർ സോങ് അവിടെ കൊയർ അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ 2 സ്പേസാണ് അവർക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തായിരിക്കും കുർബാന നടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു വേ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചോദിച്ചാൽ ഇതിനകത്തോട്ട് കയറാൻ പറ്റുമോ, കുഴപ്പമുണ്ടോയെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനുള്ളിൽ എവിടെ വേണമെങ്കിലും കയറാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഓരോ ചർച്ചുകൾക്ക് ഓരോ വാർഡൻസ് ഉണ്ട്. അപ്പം അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം കയറി കണ്ടാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ പോകുന്നത്. തോന്നുന്നു നമ്മുടെ നാട്ടിൽ 3 മേൽ കുർബാന എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇവിടെ ഒരു സെക്ഷനുണ്ട്, അവിടെ ഒരു സെക്ഷനുണ്ട്. സെൻറ്ററിൽ നമ്മുടെ നാട്ടിലെ മദ്ബഹ പോലെ കാണാൻ സാധിക്കും. അതങ്ങ് ഉള്ളിലാണ്. ഇത്രയും സ്പേസ് അത്രയും ഉള്ളിലോട്ട് പോയിട്ടാണ് മദ്ബഹ അവിടെ നിൽക്കുന്നത്. നമ്മൾ ഫോട്ടോയിൽ മാത്രം ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഓരോ ഡീറ്റെയിലായിട്ടാണ് അവർ ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വാളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല, ഒരു ഡ്രോയിങ് ഉണ്ട്. അത് എല്ലായിടത്തും ഓരോ വാളിലും ഓരോ രീതിയിൽ അവർ ഓരോ വർക്കുകൾ ഡീറ്റെയിലായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു വിൻഡോ സൈഡിലായാലും ഓരോ ഫോട്ടോസ് അവർ കൊടുത്തിട്ടുണ്ട്. വലിയ സംസാരം. അപ്പം ആൾക്കാർ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ പോലും ഇവിടെ ആരും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. എല്ലാവരും വരിക, പ്രാർത്ഥിക്കുക, പോവുക, അങ്ങനത്തെ ഒരു രീതി. അല്ലാതെ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാനോ സംസാരിക്കാനോ ഒന്നും ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് അവർ വീഡിയോ എടുത്തോളാൻ പറഞ്ഞെങ്കിലും നമുക്കിങ്ങനെ പറയുമ്പോൾ ഒരു വല്ലാതെ ഫീൽ ചെയ്യും. കാരണം ഇവിടെ വേറെ ആരും സംസാരിക്കുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ സംസാരിക്കുന്നത്. In 1994, we had a special service to celebrate 1,000 years
since the first charter that mentioned St. Peter's Church. And the Queen Elizabeth II, as she was, came to a special service and she sat here. സോ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഞാനത് കാണിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.